ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് പയർ നട്ടാലോ? ഇവിടെ നേരത്തെ നമ്മൾ പയർ നട്ട് വിളവൊക്കെ എടുത്തതാണ് കേട്ടോ. ഇപ്പം നടുന്നത് കുറ്റിപ്പയറാണ്. നടുന്നതിന് 10 ദിവസം മുന്നേ ഞാൻ കിളച്ച് ഡോളോമൈറ്റ് ഇട്ട് വെള്ളം നനച്ച് ഇട്ടിരിക്കുമായിരുന്നു. പിന്നീട് തടവെടുത്ത് ചാണകപ്പൊടിയും ഡോളോമൈറ്റും കൂടി കൂട്ടി ഇളക്കി ഒരാഴ്ച മുന്നേ ഇട്ടിരിക്കുന്ന ചാണകപ്പൊടിയാണ്. അത് ചണച്ചാക്ക് അതിൻ്റെ മുകളിൽ നനച്ചിടും. പൊട്ടുപൊടി പരുവത്തിലാണ് ഇത് നമ്മൾ നനച്ച് ചണച്ചാക്കും അതിൻ്റെ മുകളിൽ നനച്ച ചണച്ചാക്ക് വിട്ട് മൂടിയിട്ട് 7 ദിവസം കഴിഞ്ഞുള്ള ചാണകപ്പൊടിയാണ്. ഡോളോമൈറ്റും ചേർത്തുള്ള ചാണകപ്പൊടിയാണ് നമ്മളിതിന് ചേർക്കുന്നത്. നടുന്നതിന് അതുപോലെ തന്നെ ഞാൻ ചാണകപ്പൊടി ഭസ്മം പോലെ പൊടിച്ച എല്ലാ കൃഷികൾക്കും ചേർക്കുന്നത്. കാരണം അങ്ങനെ നമ്മൾ പൊടിക്കുമ്പോഴുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചാണകപ്പൊടിയാണെങ്കിൽ കട്ടയായിട്ട് അത് അങ്ങനെ കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കുറേ നാൾ കഴിയും അതൊക്കെ ഇതിന് വളം ഈ ചെടികളൊക്കെ എടുക്കണമെങ്കിൽ. അതിന് ഞാൻ അതെല്ലാം പൊടിക്കും, നല്ലപോലെ പൊടിച്ച് ഭസ്മം പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഡോളോമൈറ്റും കൂടെ കൂട്ടി ഇളക്കിയൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. അങ്ങനെയുള്ള ചാണകപ്പൊടി ചേർത്തായി നടുന്ന എല്ലാ കൃഷിക്കും ഞാൻ അങ്ങനെ ചാണകപ്പൊടി നല്ലപോലെ പൊടിച്ചാണ് ചേർക്കുന്നത്. അപ്പം വേരുകൾക്ക് പെട്ടെന്നത് നമ്മുടെ ചെടികൾക്കൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ. അങ്ങനെ അതുപോലെ തന്നെ ഈ നട്ടിരിക്കുന്ന ഭാഗത്തിന് ഇടയ്ക്ക് ഞാൻ ഈ തെർമോക്കോൾ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ തടത്തിൽ കയറി ചവിട്ടാതിരിക്കാൻ ആ ഭാഗത്ത് നിന്നിട്ട് വളവിടുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ തടത്തിനകത്തെങ്കിലും ചവിട്ടി തറയ്ക്കത്തില്ല. പിന്നെയും നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തടവെടുക്കുകയും അതൊന്ന് കിളച്ചിടുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വഴി പോലൊരു സ്ഥലം ഇട്ട് 2 സൈഡിലും കട്ടയും തെർമോക്കോളും വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും അങ്ങനെ വാരം പോലെ അങ്ങനെയാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇനി ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് 2 ഇലയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരി എല്ലുപൊടിയോ ഇച്ചിരിയും കൂടെ ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വളമിട്ടാൽ മതി. ഇതിപ്പം നമ്മൾ പറമ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരല്പം സ്ഥലത്ത് ഈ വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട്, ബാക്കിയെല്ലാം ചൂടലെന്നും പറയും, ചോല ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം ഇപ്പം കൃഷിയൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെ അടുക്കള വേസ്റ്റ് വെള്ളമൊക്കെ എടുത്തു നോക്കിയാണ് ഇത്രയും ചെയ്യുന്നത്. വെള്ളം ഇപ്പം തീരെ കുറവാണ്. അപ്പോഴൊക്കെ